1953 കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം വരുന്നത്. നമ്മുടെ കുറ്റിപ്പുറം പാലം, നിലാനദിക്ക് കുറുകെ വന്ന ഏറ്റവും വലിയ പാലം. ഇന്ന് 72 വർഷങ്ങൾക്കിപ്പുറം ഈ കുറ്റിപ്പുറം പാലം ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ഈ കുറ്റിപ്പുറം പാലത്തിന് തൊട്ടപ്പുറത്തുകൂടെ ദേശീയപാത 66 പുതിയൊരു പാലം വന്നിരിക്കുകയാണ്. 23 ലക്ഷമിപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാനേറി നിൽപ്പാനടിയിലെ ശോഷിച്ച പേരാർ നോക്കി. 1954 കുറ്റിപ്പുറം പാലം എന്ന കവിതയ്ക്ക് ഇടശ്ശേരി എഴുതിയ ഒരു മുഖക്കുറിപ്പുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ സുപരിചിതമായതാണ് കുറ്റിപ്പുറം കടവ്. അതിനുമേലെ ഒരു പാലം വന്നു. ആ പാലത്തിന് മേലൂടെ നടന്ന് പുഴ കടന്നപ്പോഴുണ്ടായ അത്ഭുതവും ആഹ്ലാദവും വിമ്മിട്ടവും കൂടി കലർന്നതാണ് ഈ കവിത. അന്ന് ഇടശ്ശേരി കടന്നുപോയത് പുതിയ ലോകത്തിന്റെ പാലമായിരുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഇതാ ആ പാലത്തോട് തൊട്ടുചേർന്ന് മറ്റൊരു പാലം വളർന്നിരിക്കുന്നു. ഈ പാലം വരുമ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ ഭാരതപ്പുഴയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. നിന്നെ വകഞ്ഞു മാറ്റി ഇതിലൂടെ ഒരു തോണി പോകാൻ പോലും പേടിച്ചിരുന്നു. നിന്നെ വകഞ്ഞു മാറ്റി മനുഷ്യൻ ഇതിലെ തുഴയാൻ പേടിച്ചിരുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇടശ്ശേരി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പാലത്തിൻ്റെ കുറുകെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പാലത്തിൻ്റെ കുറുകെ അല്ലെങ്കിൽ പാലത്തിൻ്റെ 4 തൂണുകൾക്ക് കുറുകെ നീ ഒഴുകിപ്പോകുമ്പോൾ നീ മനോഹരമായി അല്ലെങ്കിൽ അനുസരണയോടുകൂടിയാണ് നീ ഈ പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോകുന്നത്. നിന്നെ നോക്കി എനിക്ക് ചിരി വരുന്നു എന്നാണ് അന്ന് ഇടശ്ശേരി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ പാലത്തിന് തൊട്ടപ്പുറത്തായി വലിയൊരു പാലം കൂടി വന്നിരിക്കുന്നു. ഒരുപാട് തൂണുകളായി. ആ തൂണുകൾക്കിടയിലൂടെ ഇന്നും നമ്മുടെ ഭാരതപ്പുഴ വളരെ മനോഹരമായി അനുസരണയോടുകൂടി ഒഴുകുകയാണ്. പ്രകൃതിക്കൊപ്പം ആധുനിക വളർച്ചയുടെ അടയാളമായി അന്ന് ഇടശ്ശേരി ചൂണ്ടിക്കാട്ടിയ കുറ്റിപ്പുറം പാലം ഇന്ന് പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ കാഴ്ചക്കാരനാണ്. മുങ്ങി മുങ്ങി കുളിയും ജപവും കഴിച്ചതല്ലേ. പഴയ പാലത്തിന് വലതുഭാഗത്ത് കൂടെ അതിവേഗമാണ് ദേശീയപാത 66 ഭാഗമായിട്ടുള്ള പുതിയ പാലം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. 1949 മെയ് 8 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി M. ഭക്തവത്സമാണ് കുറ്റിപ്പുറം പാലത്തിന് തറക്കല്ലിട്ടത്. ഏകദേശം 26 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ പാലം അന്ന് നിർമ്മിച്ചത്. ആകെ തടം കുത്തിപ്പാഞ്ഞു നിന്നു, ഒരു തോണി പോലും വിലങ്ങിടാതെ, ഗരുഡനും മേലെ പറന്നിടാതെ. മദ്രാസിലെ മോഡേൺ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പ്രോപ്പർട്ടീസിനായിരുന്നു നിർമ്മാണ ചുമതല. തിരുവിതാംകൂറിനെയും മലബാറിനെയും റോഡ് മാർഗം ബന്ധിപ്പിച്ച പാലം കൂടിയായിരുന്നു കുറ്റിപ്പുറം പാലം. പാലത്തിന്റെ പ്രധാന ശില്പികൾ പൊന്നാനി സ്വദേശിയായ KV അബ്ദുൾ അസീസ് അടക്കമുള്ളവരായിരുന്നു. കുറ്റിപ്പുറം പാലം വരുന്നതുവരെ ഷൊർണൂർ വഴി വളഞ്ഞാണ് മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് വാഹനങ്ങൾ എത്തിയിരുന്നത്. അന്ന് ഈ പാലം വന്നതോടെ യാത്രാമാർഗം എളുപ്പമായി. ഇടിമുഴിക്കൽ മുതൽ പൊന്നാനി വരെ ഏകദേശം 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി ഇനി മലപ്പുറം ജില്ല കടക്കാൻ വെറും 50 മിനിറ്റ് മതിയാകും. ഒരു ഭാഗത്ത് വികസനം കുതിച്ചുയരുമ്പോൾ മറുപുറത്ത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോയ നമ്മുടെ കുറ്റിപ്പുറം പാലം തിരക്കൊഴിഞ്ഞ് പുതിയ പാലത്തെ നോക്കി നിൽക്കുന്നുണ്ടാവും.